ശ്രീ ടി സിദ്ദീഖ്, താങ്കൾക്ക് ഹലോ. ശ്രീ ടി സിദ്ദീഖ് എന്നെ കേൾക്കാമോ? കേൾക്കാം. ഓക്കെ. ടി സിദ്ദീഖ്, ഇന്നിപ്പോൾ രക്ഷാപ്രവർത്തനം പൊതുവെ തൃപ്തികരമായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. ഇനി ആരും ജീവനോടുകൂടി കുടുങ്ങിക്കിടപ്പില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തിയിട്ടുണ്ടല്ലോ ഈ 4 മേഖലയിലും, അട്ടമലയിൽ, ഒപ്പം ചുരൽമലയിൽ, മുണ്ടക്കയിൽ, പുഞ്ചിരിമട്ടത്ത്. യെസ്, ഈ 4ഇടത്തും ഇന്ന് ജീവിച്ചിരിക്കുന്ന ആളുകളെ മുഴുവൻ ഇന്നലെ തന്നെ നമ്മൾ പരമാവധി ആളുകളെ മുഴുവൻ റെസ്ക്യൂ ചെയ്യാനുള്ള നടപടികൾക്ക് നേതൃത്വം കൊടുത്തു. ഇന്ന് നമുക്ക് ബോഡി റിക്കവർ ചെയ്യുന്ന പ്രോസസ്സും അതോടൊപ്പം അവിടെ നിന്ന് മെനിഞ്ഞാന്ന് മാറാൻ തയ്യാറാകാതിരുന്നതും അതുപോലെ സുരക്ഷിത സ്ഥലത്തും ഉണ്ടായിരുന്ന കുറെ ആളുകളെ ഇന്ന് അവിടെ നിന്ന് മാറ്റുന്ന സാഹചര്യം ഉണ്ടായി. ഇന്ന് നാളെയും ഈ പ്രോസസ് ഓരോ മേഖലയും തിരിച്ചുകൊണ്ടുള്ളതായിരിക്കുന്ന പ്രത്യേക പരിശോധന. ആ പരിശോധനയിൽ പ്രാദേശികമായിട്ടുള്ള ആളുകളുടെ ഇൻവോൾവ്മെന്റ് കൂടെ കുറച്ചുകൂടെ സ്ട്രെങ്തൻ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളതായിരിക്കുന്ന ഒരു അഭിപ്രായം കൂടി പറഞ്ഞിട്ടുണ്ട്. ഓരോ ഏരിയയിലും അതാതിടത്തുള്ളതായിരിക്കുന്ന ആളുകളും കൂടെ, പ്രാദേശികമായിട്ടുള്ള ആളുകളും കൂടെ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്ത് മുന്നോട്ട് പോകണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോ ബെയിലി പാലത്തിന്റെ അവിടെയാണ് നിൽക്കുന്നത്. ആ ബെയിലി പാലം നിർമ്മാണം ഇപ്പോ പുഴയുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. അവിടം വരെ എത്തി. 50 മീറ്റർ നിർമ്മാണം പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇനി 140 മീറ്റർ കൂടെ പൂർത്തീകരിച്ച് അറൗണ്ട് 190 മീറ്ററോളം 190 അടിയോളം വരുന്നതായിരിക്കുന്ന ഒരു പൂർത്തീകരണമാണ് ബാക്കിയുള്ളത്. ശ്രീ മേജർ സുമേഷ് മോഹനും അതുപോലെ കമ്പനി കമാൻഡർ ആയിട്ടുള്ള സുമേഷ് മോഹന്റെയും മേജർ ഷീതയുടെയും നേതൃത്വത്തിലുള്ള ടീം വളരെ ഗൗരവത്തോടു കൂടി വളരെ ശ്രമകരമായ ആ ദൗത്യം ഇവർ നിർവഹിച്ചു മുന്നോട്ട് പോവുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ടതായിരിക്കുന്ന കാര്യം, ഞാൻ ഇന്ന് ക്യാമ്പിൽ അല്ലാതിരുന്ന കുടുംബങ്ങളുടെ വീട്ടിലേക്ക് ഗുരുതരമായ രീതിയിൽ ഇതിനെ എഫക്ട് ചെയ്യപ്പെട്ടതായിരിക്കുന്ന ആളുകളുടെ വീടുകളിൽ ഇന്ന് കാലത്ത് മുതൽ ഞാൻ കുറച്ച് വീടുകൾ സന്ദർശിച്ചു. അവർ ഇതിനെ നേരിട്ട് മരണത്തെ മുഖാമുഖം കണ്ടവരും, മരണത്തിന്റെ വേദന അപ്പുറത്തുള്ള മുറവിളിയും, കുട്ടികൾ മണ്ണിലടിയിൽ പോകുന്നതും, ആർത്തട്ടഹസിക്കുന്നതും, ടെറസിന്റെ മേലേക്കൊക്കെ ഓടിക്കയറി തകർച്ചയും അതിന്റെ രൗദ്രഭാവവും ഒക്കെ നേരിട്ട് കണ്ടവരാണ് അവര്. ഞാൻ എന്റെ കൂടെ പഠിച്ചതായ ഒരു അഡ്വക്കേറ്റ് ജമീല, അവരുടെ വീട്ടിൽ പോയി ഹൃദയഭേദകമായി അവർക്ക് കരയണം, അവർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. വേറെ 4 വീടുകളിൽ വേറെയും ഞാൻ പോയി കിട്ടാവുന്ന സമയമൊക്കെ. അപ്പോ ഇവരുടെയൊക്കെ മെന്റൽ ട്രോമ വളരെ സീരിയസ് ആണ്. അപ്പോ ബഹുമാനപ്പെട്ട വീണ ജോർജ് മന്ത്രിയും DHSഉം DMOയും എല്ലാവരും ഉള്ള സമയത്ത് ഇത് ഞങ്ങൾ ഡിസ്കസ് ചെയ്യിപ്പിച്ചു. ക്യാമ്പിൽ മാത്രം പോരാ, കുടുംബ വീടുകളിലേക്ക് മാറി താമസിക്കുന്ന ഇവർക്കുൾപ്പെടെ ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള കൗൺസിലിംഗ് കൊടുത്ത് അവരെ ജീവിതത്തിലേക്ക് ആത്മവിശ്വാസത്തോടു കൂടി എത്തിക്കണം എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും. മാത്രമല്ല, ഞങ്ങൾ ഇന്നിപ്പോൾ 2 ദൃശ്യങ്ങൾ ഏറ്റവും ഒടുവിൽ ഒരുപക്ഷെ താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. മുണ്ടക്കയിൽ നാസറിന്റെ വീട്ടിലും സുദേവന്റെ വീട്ടിലെയും തെരച്ചിൽ നടത്തുകയായിരുന്നു. നാസറിന്റെ വീട്ടിൽ ഭാര്യ റുബീന രക്ഷപ്പെട്ടു. പക്ഷേ നാസറും പോയി, മകനും പോയി, അച്ഛനും പോയി, സഹോദരി മകനും പോയി. അങ്ങനെ ഒരു അവസ്ഥയിലാണ് റുബീനെ പോലെ. ഇതേപോലെയുള്ള നിരവധി റുബീനമാരും ലതമാരും നമ്മുടെ അടുത്തുണ്ട്. ലതയുടെ കഥ ഞങ്ങൾ ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും പോയി, വീടും പോയി. അതെ. അത് ഇന്നിപ്പം വിംസ് ആശുപത്രിയിൽ ഞങ്ങൾ സന്ദർശനം നടത്തിയ സമയത്ത് 9 കുടുംബാംഗങ്ങൾ ഒന്നിച്ച് നഷ്ടപ്പെട്ടതായിരിക്കുന്ന ഒരാൾ. അദ്ദേഹം അവിടെ ഇല്ലാതിരുന്നത് കൊണ്ട് മാത്രം രക്ഷപ്പെട്ടതാണ്. എല്ലാം തകർന്നു. അദ്ദേഹം പറഞ്ഞു, സാർ എല്ലാം പോയി, ഇനി ഒന്നും ബാക്കിയില്ല. ഞാൻ മൈനസിൽ നിന്ന് ഞാൻ ജീവിക്കണോ വേണ്ടയോ എന്ന് ഞാൻ ആലോചിക്കുകയാണ്. അങ്ങനെ തുടങ്ങി എത്ര കുടുംബങ്ങളാണ്. ഇന്ന് മമ്പാട് ഭാഗത്ത് നിന്നാണ് ഒരു ബോഡി കിട്ടുന്നത്. 25 വടുവഞ്ചാലത്തി 10 ആംബുലൻസ് ഈ നിലമ്പൂർ ഭാഗത്ത് നിന്നുള്ള ബോഡികളും പാർട്സും വഹിച്ചുകൊണ്ടുള്ളതായ 10 ആംബുലൻസുകൾ വന്നുകൊണ്ടിരിക്കുന്നു. വടുവഞ്ചാൽ ഭാഗത്തെത്തി. അവർ ഏകദേശം ഒരു 10-20 മിനിറ്റ് കൊണ്ട് മേപ്പാടിയിലേക്ക് എത്തും എന്നുള്ളതാണ്. അപ്പോൾ കുടുംബങ്ങൾക്ക് കൂടുതൽ ഐഡന്റിഫൈ ചെയ്യാനും സൗകര്യങ്ങൾ അവിടെയും ക്രമീകരിക്കുകയാണ്. അവിടെ ലൈറ്റിന്റെ കുറച്ച് അഭാവം ഉണ്ടായിരുന്നു, അത് പരിഹരിക്കാനുള്ള ഇടപെടൽ ഇപ്പോൾ നടത്തിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ ലുക്ക് ആൻഡ് കോർണറിലുള്ള കാര്യങ്ങൾ നീക്കി മുന്നോട്ട് പോവുകയാണ്. താങ്ക് യു സിദ്ദീഖ്. വളരെ വേഗം കാര്യങ്ങൾ ഊർജിതമായി നടക്കട്ടെ. ഞാൻ വിശദമായി നമുക്ക് നാളെ സംസാരിക്കാം. അങ്ങ് തിരക്കിലാണെന്നറിയാം.